ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു ഗോസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയാൻ പറ്റില്ല, കാരണം അതിൽ ഗോസ്റ്റിന്റെ പ്രസൻസ് ഒന്നും കണ്ടിട്ടില്ലല്ലോ. പക്ഷെ ഒരു പാരനോർമൽ ആക്ടിവിറ്റി റിയൽ ആയിട്ട് എൻ്റെ ലൈഫിൽ നടന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു സ്റ്റോറി ആയിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. ഹോപ്പ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഭയങ്കര കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുണ്ടാവും തോന്നുന്നു. ഞങ്ങൾക്ക് ഇവിടെ ത്രില്ലിംഗ് ആയിട്ടുണ്ട്, കാരണം ഞങ്ങളെ നൈറ്റ് ആണ് അല്ലേ. എത്ര മണിയാണ് ഇപ്പോ? 12 മണി. 12 മണിയൊക്കെ ഉണ്ടാവും തോന്നുന്നുണ്ട് ഏകദേശം. അപ്പൊ ഈ ഒരു ടൈമിൽ ഞങ്ങള് കുഞ്ഞുവാവിനെ ഉറക്കിയിട്ടാണ് ഞങ്ങൾ വീഡിയോ ഇവിടെ ഷൂട്ട് ചെയ്യാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം. എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ ഞങ്ങളുടെ തറവാട്ട് വീട്ടിലായിരുന്നു. അതിനുശേഷം ഞാനൊരു 10th ഒക്കെ ആയപ്പോഴത്തേക്കും ഏട്ടന് ഏകദേശം കുറച്ചൊക്കെ ഈ സ്റ്റോറി അറിയാം അല്ലേ, ഒരുവിധമൊക്കെ അറിയാം. അപ്പോൾ 10th ബോർഡ് എക്സാം സമയത്താണ് ഞങ്ങൾ അവിടെ നിന്ന് ആ വീട് കൊടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വേറൊരു വീട്ടിലേക്ക് മാറുകയാണ്. അപ്പോൾ സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ മാറി കറക്റ്റ് എക്സാം സമയത്താണ്, ഡിസംബർ അല്ല, എക്സാമിന് കുറച്ച് മുന്നേ. അപ്പം അങ്ങനെ വീടൊക്കെ മാറിയ സമയത്ത് ഗണപതി ഹോമവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റായി ചെയ്തിട്ടാണ് വീടൊക്കെ മാറിയത്. പക്ഷെ വീട്ടിലേക്ക് വന്ന സമയത്ത് ഞങ്ങൾക്ക് ചെറിയ എന്തൊക്കെയോ ചെറിയ നെഗറ്റീവ്സ് ഒക്കെ തോന്നിയിട്ടുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ ശരിക്കും ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ അതിനെക്കുറിച്ച് എല്ലാവർക്കും ഒന്നല്ല, ഓരോരുത്തർ ചിലപ്പോൾ ഇങ്ങനെ രാത്രി ഉറങ്ങുമ്പോൾ ചിലപ്പോൾ ഇവിടെ ഈ സൗണ്ട് കേട്ടു, അങ്ങനെ ആരും നടന്നു വരുന്ന പോലെ സൗണ്ട് കേട്ടു, അങ്ങനെയൊക്കെ ഓരോന്ന് തോന്നാറുണ്ട്. അത് ഞാൻ വേറെ ഒരു ഇതിൽ പറയാം കേട്ടോ. ഇപ്പൊ പറയാൻ ഉദ്ദേശിച്ച സ്റ്റോറി ഇതല്ല. അപ്പൊ അങ്ങനെ കേൾക്കാറൊക്കെ ഉണ്ട്, പക്ഷെ ആരും അതൊന്നും മൈൻഡ് ചെയ്യാറൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഡേയ്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു 1 year ഒക്കെ തികയണ മുന്നേ, ആ വീട് മാറിയിട്ട് 1 year ഒക്കെ തികയണ മുന്നേ തന്നെ എൻ്റെ അച്ഛൻ്റെ അനിയൻ മരിച്ചു അവിടെ വന്ന ശേഷം. അതിനുശേഷം അവർ മരിച്ച ഒരു 6 to 8 months ഇടയിലാണ് തോന്നുന്നു, എനിക്ക് നേരെ ഓർമ്മയില്ല. അതിൻ്റെ ഉള്ളിൽ തന്നെ എൻ്റെ അച്ഛനും മരിച്ചു. ഞങ്ങളെല്ലാവരും ജോയിന്റ് ഫാമിലിയാണ്. ഈ വീട്ടിലേക്ക് മാറിയപ്പോഴും ഒരുമിച്ച് തന്നെയാണ് കേട്ടോ ഞങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്പം അങ്ങനെ 1 yearന്റെ ഉള്ളിൽ തന്നെ 2 പേരിങ്ങനെ 6 to 8 months ഗ്യാപ്പിൽ തന്നെ അങ്ങനെ മരിക്കുകയാണ്. പക്ഷെ അതിൽ നമുക്ക് ആൾക്കാരൊക്കെ ഇങ്ങനെ ഓരോന്ന് പറയാൻ തുടങ്ങിയെങ്കിലും നമുക്ക് അങ്ങനെ തോന്നിയില്ല. കാരണം ചിലപ്പോൾ പ്രായമായി, അപ്പം ആ ഒരു ഏജൊക്കെ ആയപ്പോ അല്ലേ, അപ്പൊ അവര് സമയമായപ്പോ മരിച്ചുപോയി. അങ്ങനെയാണ് നമ്മളും വിചാരിച്ചത് കേട്ടോ, വിചാരിക്കുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെ വിചാരിക്കുന്നത്. അതിന് ശേഷമാണ് ഇങ്ങനെ എനിക്ക് ഈ ഒരു ഒരു എക്സ്പീരിയൻസ് ഉണ്ടായത് കേട്ടോ. എന്താന്ന് വെച്ചാല്, ഒരു ദിവസം ഞാൻ അപ്പൊ കോളേജിൽ പഠിക്കുന്ന സമയമാണ് കേട്ടോ. ഈ ഒരു കാര്യം നടക്കുമ്പോൾ ഞാൻ കോളേജൊക്കെ കഴിഞ്ഞ് വന്ന് രാത്രി ഞാൻ ഇരുന്ന് പാല് കുടിക്കുന്ന ശീലമുണ്ട്. അപ്പൊ അമ്മ കപ്പില് പാലൊക്കെ ഇങ്ങനെ ആക്കി, എന്നിട്ട് ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ട് ഞങ്ങളിങ്ങനെ ഞാൻ പാൽ കുടിക്കുകയാണ്. അപ്പൊ ഒരു 10-11 ഒക്കെ ഉണ്ടാവും കേട്ടോ. ഒരു 11 ടൈം പറഞ്ഞില്ല, ഒരു 11:30 ഒക്കെ ഉണ്ടാവും കേട്ടോ ടൈം. അപ്പൊ ഇങ്ങനെ ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എൻ്റെ വല്യമ്മ വന്നിട്ട് ഹാളില് അടിച്ചുവാരി ക്ലീൻ ചെയ്ത്, അവിടെയാണ് കിടക്കണത് അവര്. അപ്പോൾ അങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മയൊക്കെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് ക്ലോസ് ചെയ്തിട്ട് അമ്മ മുകളിലേക്ക് പോയി. അമ്മ മുകളിലത്തെ റൂമിലാണ് അമ്മയൊക്കെ കിടക്കുന്നത്. അമ്മയൊക്കെ ഞാനാണെങ്കിൽ ഈ എൻ്റെ അച്ഛൻ്റെ അനിയൻ മരിച്ചില്ലേ, ആ റൂമിലാണ് ഞാൻ കിടക്കുന്നത്. അവിടെ ആ അച്ഛൻ്റെ അനിയന്റെ വൈഫും ഞാനും കൂടി, അവരും കൂടിയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോ അതിന് മുന്നേ തന്നെ അമ്മ കിച്ചണിലിരിക്കുമ്പോ ഒരു 8-9 മണിയൊക്കെ ആകുമ്പോൾ ആ റൂമിൽ എന്തൊക്കെയോ അനക്കം കേൾക്കുന്നുണ്ട്. ആ റൂം അന്ന് പൂട്ടിയിട്ടുണ്ടായിരുന്നത്. എന്താ വെച്ചാ അവിടെ മുത്തശ്ശി ഉണ്ടായിരുന്നില്ല, മുത്തശ്ശി എവിടെയോ പോയിരിക്കുകയായിരുന്നു, ടൂറ് പോലെ പോയിരിക്കുകയാണ്. ഒരാഴ്ചക്ക് ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. അപ്പൊ ആ റൂമിൽ, അതാണ് ആ മരിച്ച അവരില്ലേ മുത്തശ്ശൻ, അവരുടെ റൂമാണത്. അപ്പൊ അതിങ്ങനെ ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പൊ ആ റൂമിൽ എന്തൊക്കെയോ അതായത് ഒരാൾ നടക്കുന്ന സൗണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ ഒരാളുണ്ട്, ഒരു റൂമിനുള്ള ഒരാളുണ്ട് എന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അതിന്റെ ഉള്ളിൽ നമുക്ക് ഫീൽ ചെയ്യുക, പുറത്തുള്ളവർക്ക് ഫീൽ ചെയ്യില്ലേ, എന്തോ ഒരു സംതിങ് റോങ്, ഒരു അനക്കം പോലെയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് വല്യമ്മയും അമ്മയും കൂടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാനത് കേട്ടിട്ട് അവരെ കളിയാക്കിയാണ് ചെയ്തത് ആദ്യം. അപ്പൊ പിന്നെ പ്രേതം വന്ന ഉള്ളിൽ ഇങ്ങനെ നടക്കല്ലേ പറഞ്ഞിട്ട് കളിയാക്കി. ആൻഡ് കുറച്ച് കഴിഞ്ഞിട്ട് അവര് പറഞ്ഞു ഡോറ്, ഒരു 10 മണിയൊക്കെ രാത്രി ആകുമ്പോഴേക്കും അവര് പറയുന്നത് ഡോറ്, ആ
റൂം ലോക്ക് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അതിനകത്തേക്ക് എലിയോ വേറെ എന്തെങ്കിലും കയറാൻ ചാൻസ് ഉണ്ട്? അതൊന്നും അറിയില്ല. എലി കയറുക അത് നമ്മളപ്പ ഞാൻ കേട്ടിട്ടില്ല, ആ സൗണ്ട് ഞാൻ കേട്ടിട്ടില്ല. ചോദിക്കണേ. ഇപ്പൊ സ്റ്റോറി കേൾക്കും നിങ്ങള്, അതിന്റെ ഇടയ്ക്ക് വേറെ എന്തെങ്കിലും പറയും, കുറ്റം പറയാണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ എന്നിട്ട് അമ്മയും വലിയമ്മയും കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു ഈ വീട് ലോക്ക് ചെയ്തിട്ടാ പോയിരിക്കുന്നത്. അപ്പൊ ആ പൂട്ട് ആടുന്ന സൗണ്ട് കേൾക്കുന്നത്. ആട് പറഞ്ഞാൽ ചുമ്മാ അങ്ങനെ ആടുമല്ല, ഡോറിൽ ഇങ്ങനെ മുട്ടുന്ന പോലെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോഴും ഞാനതൊന്നും കണ്ടിട്ടില്ല കേട്ടില്ല. അപ്പൊ ഞാന് ഇവരെ ചുമ്മാ പേടിപ്പെടുത്തി, പ്രേതം വന്നിട്ട് ഇരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പേടിപ്പെടുത്തിയിട്ട് കോമഡിയൊക്കെ കാണിച്ചിട്ട് ഞാനും പോയി. അങ്ങനെ ആ ടോപ്പിക്കിനെ എല്ലാവരും മറന്നു കേട്ടോ. അതിന് ശേഷം 12 മണിയൊക്കെ ഉള്ള സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് ആ റൂമിന്റെ കുറച്ചിപ്പുറത്താണ് ഡൈനിങ് ടേബിളൊക്കെ ഇട്ടിട്ടുള്ളത്. അപ്പൊ അവിടെ ഇരുന്നിട്ട് ഞാനിങ്ങനെ എന്തോ ആലോചിച്ചിട്ട് എൻ്റെ ഫോണും നമ്മുടെ താഴെ വെച്ചിട്ട് ഈ ഒരു കാര്യം തന്നെ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഞാൻ കോളേജിന്റെ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് പാലിങ്ങനെ ഇങ്ങനെ കുടിച്ചുകൊണ്ട് ഇങ്ങനെ വെക്കുകയാണ്. അപ്പോൾ ഇത് ആലോചിച്ചിട്ടാണെങ്കിൽ ഞാൻ അവരെ കളിയാക്കിയതാണ്, പേടിച്ചിട്ടും കൂടെ അല്ല. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പെട്ടെന്ന് ഈ സൈഡിലേക്ക് എന്തോ ഒരു സൗണ്ട് കേൾക്കാൻ തുടങ്ങി. ഇങ്ങനെ എത്തി ഉള്ളിലേക്ക് നോക്കിയപ്പോഴേക്കും ബാക്കിലേക്ക് നോക്കിയപ്പോൾ ആ റൂമിന്റെ ആ പൂട്ട് അവർ പറഞ്ഞ പോലെ കറക്റ്റായിട്ട് പോയി ആ ഡോറിൽ മുട്ട ബാക്കിക്ക് വരാം. ഇങ്ങനെ ഇങ്ങനെ, അതായത് സ്ലോ ആയിട്ടുള്ള ആട്ടല്ല. ഇങ്ങനെയാണോ? ഇങ്ങനെ ഇങ്ങനെ ഡോർ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഇത് ഡോറാണെങ്കിൽ ഇങ്ങനെ 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 ഈ ഫോഴ്സിൽ തന്നെ, ആ ഫോഴ്സിൽ ഒരു മാറ്റവും ഇല്ല. അതായത് അപ്പൊ നമ്മൾ കാറ്റ് വരാൻ വഴിയുണ്ടോന്ന് പറഞ്ഞാൽ എല്ലാ ഡോറും ലോക്ക്ഡ് ആണ്. ആൻഡ് ഈ റൂം ഉള്ളത്, അതായത് ഇങ്ങനെ ഒരു ഹാൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട്, ആ സ്പേസിന്റെ ഉള്ളിലേക്കാണ് റൂം. അപ്പൊ കാറ്റ് എന്ന് പറയാൻ ജനലൊക്കെ അടച്ചിരിക്കുകയാണ്. എനിക്ക് എന്താണെന്ന് അറിയില്ല കേട്ടോ, ഇതുവരെ എനിക്കത് എന്താ സംഭവം എന്ന് ഞങ്ങൾക്ക് ആർക്കും പിടികിട്ടിയിട്ടില്ല. കറക്റ്റ് ഈ സംഭവം ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് ഞാൻ കണ്ടത്. അവര് ഈ അമ്മയും വലിയമ്മയും പറഞ്ഞ പോലെ തന്നെ ഇതാണ് ഡോറെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഭയങ്കര ഫോഴ്സിലാണ്. ഇപ്പൊ തട്ടിയിട്ട് ആ പൂട്ട് പൊട്ടിപ്പോവാനുള്ള ലെവലിലേക്ക് ആ ഫോഴ്സിലാണ് അത് ആ ഡോറിൽ പോയിട്ട് മുട്ടിക്കൊണ്ടിരിക്കണം. അല്ലാതെ ചുമ്മാ അവരിങ്ങനെ ഒരു ആട്ടം കൊടുത്ത് നിന്നിട്ടൊന്നുമില്ല. അത് ഞാനിങ്ങനെ എത്തിയിട്ട് ഒരു മിനിറ്റ് സമയം ഞാൻ അതിങ്ങനെ ഷോക്കായി നിന്ന് ഞാൻ ആ ഡോറിക്ക് എന്നെ നോക്കി. കാരണം ഒന്നും ഞാൻ ഇവര് വിശ്വസിച്ചിട്ടില്ല. ഇവര് പറഞ്ഞൊക്കെ കേട്ട് ലൈറ്റ് ഞാൻ ഡൈനിങ് ടേബിളിന്റെ അവിടെ മാത്രം ലൈറ്റ് ഇട്ടിട്ടുണ്ട്, അപ്പുറത്തൊന്നും ലൈറ്റ് ഇല്ല. ഡൈനിങ് ടേബിളിൽ അവിടെയൊക്കെ ലൈറ്റ് ഉണ്ട്, ഇതുപോലെ ഇങ്ങനെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ആ ലൈറ്റ് വെളിച്ചത്തിൽ തന്നെയാണ് ഞാൻ കണ്ടത് ഈ പൂട്ടിതില് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ചിലപ്പോ അത് പൊട്ടിക്കാനുള്ള ലെവലിലേക്ക് ഫോഴ്സിലാണ് അതിങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കണം. എന്നാൽ ആ ഒരു ആട്ടം നിൽക്കണ തന്നെ ഇല്ല, ആ മൂവ്മെന്റിൽ വ്യത്യാസവും ഇല്ല, സ്ലോ ആവണില്ല, എന്നാൽ സ്പീഡിൽ അടിക്കുകയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ നേരെ അങ്ങോട്ട് നോക്കുമ്പോ വല്യമ്മ ലൈറ്റ് അവിടെ ഓഫ് ചെയ്തിട്ട് ആ മൂലയ്ക്ക് സൗണ്ട് കേട്ട് പേടിച്ച് വല്യമ്മ അവിടെ നിന്ന് എന്നെ നോക്കാണ് പേടിച്ചിട്ട്. വല്യമ്മയ്ക്ക് മനസ്സിലായി ഓക്കെ അവിടെ ആ റൂമിന്റെ അവിടെ നിന്ന് സൗണ്ട് വരുന്നുണ്ട്. അപ്പൊ ഞാൻ കറക്റ്റ് ഈ പൂട്ട് ഇങ്ങനെ നോക്കി പേടിച്ചിട്ട് ഇങ്ങനെ നോക്കിയത് വല്യമ്മ എന്നെ നോക്കി പേടിച്ച് നീ കേട്ടില്ലേ ഇപ്പൊ കേട്ടില്ലേ പറഞ്ഞിട്ട് ഇപ്പൊ വിശ്വാസമായോ പറഞ്ഞിട്ട് ഇങ്ങനെ പേടിച്ച് അവിടെ മൂലയിൽ നിൽക്കുകയാണ്. വന്നില്ല എൻ്റെ അടുത്ത്. ഞാൻ എന്താ ചെയ്യണമെന്ന് അറിയാതെ ആന്ന് പറഞ്ഞിട്ട് ആ കയ്യിൽ കപ്പുണ്ട്, കപ്പ് ഭാഗ്യത്തിന് താഴെ ഇട്ടില്ല, കപ്പോട് കൂടി ഞാൻ ഓടി വല്യമ്മന്റെ അടുത്ത് ഓടി. ഞാൻ വല്യമ്മയെ കെട്ടിപ്പിടിച്ചു. ഞങ്ങൾ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് പേടിച്ചിട്ട് അപ്പോഴും ഞങ്ങൾക്ക് ആ സൗണ്ട് കേൾക്കുന്നുണ്ട്. കെട്ടിപ്പിടിക്കുമ്പോഴും സൗണ്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിന്നിട്ടേ ഇല്ല, നമ്മൾ ആ മൂലയിൽ ഇങ്ങനെ നിൽക്കാണ് കേട്ടോ ഞങ്ങള് പേടിച്ചിട്ട്. അപ്പൊ അവിടെ എല്ലാരും ഉറങ്ങി തോന്നുന്നു ഒരുവിധം. എന്നിട്ട് ഞാൻ മേലെ സ്റ്റെപ്പിന്റെ മുകളിൽ കയറി പോയിരുന്നില്ല. അവിടെ നിന്നിട്ട് അമ്മ നീ മൂലയിൽ തന്നെ വിളിക്കുകയാണ്, അമ്മേനെ താഴേക്ക് വിളിക്കുകയാണ് പേടിച്ചിട്ട്. അതിന് അമ്മയാണെങ്കിൽ അറിയില്ല, അമ്മ ഉറങ്ങിയിട്ടൊന്നുമില്ല, പക്ഷെ ബാത്റൂമിലേക്കൊക്കെ പോയി കുളിച്ചൊക്കെ വന്നിട്ട് അമ്മ കിടക്കാം. അപ്പൊ കുറെ നേരം കഴിഞ്ഞിട്ട് അമ്മ എന്താണെന്നോ സൗണ്ട് കേട്ടു മൂന്ന്. അത് കഴിഞ്ഞിട്ട് അമ്മ മെല്ലെ ഇറങ്ങി വരെ ആദ്യമാക്കി. പിന്നെ സൗണ്ട് അമ്മ ഇറങ്ങി വന്നിട്ടില്ല, അതിന് മുന്നേ തന്നെ സൗണ്ട് ഒന്നും കാണാനില്ല, ഒന്നും ഉണ്ടായില്ല. പിന്നെ അങ്ങനെ ആ പൂട്ട് ആടിയ പോലെ ഒരു ഇതുമില്ല, ഒരു അനക്കവും. ആ സമയത്ത് അവിടെ തന്നെ കിടന്നായിരുന്നു മുത്തശ്ശി? അല്ല, മുത്തശ്ശി അവിടെ ഉണ്ടായിരുന്നില്ല. അല്ല, അത് സ്ഥിരം യൂസ് ചെയ്യുന്ന റൂം തന്നെയാണ്, അല്ലാതെ പൂട്ടിയിട്ടിരിക്കുന്ന റൂമൊന്നും അല്ല. ഞാനും മുത്തശ്ശൻ മരിച്ച ശേഷം അവിടെ തന്നെ അവിടെ തന്നെ മുത്തശ്ശൻ മരിച്ച ശേഷം ഞാനും മുത്തശ്ശിയും കൂടെയാണ് ആ റൂമിൽ കിടക്കുന്നത്. കാരണം അവര് ഒറ്റയ്ക്കായില്ലേ, ഇവര് രണ്ടുപേരാണ് ഒരുമിച്ച് കിടക്കുക, ആ മുത്തശ്ശനും ഈ മുത്തശ്ശിയും കൂടെ.
അപ്പൊ അവര് മരിച്ചതോട് കൂടിയിട്ട് ഇവര് ഒറ്റയ്ക്കായില്ലേ. അപ്പൊ അത് കാരണം ഞാനൊരു കൂട്ടിന് വേണ്ടിയിട്ട് ഞാനാണ് അവരുടെ തൊട്ടപ്പുറത്തെ ബെഡിൽ ഞാനാണ് കിടക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു ഇൻസിഡന്റ് നടന്നപ്പോ അവരിവിടെ ഇല്ല. അവര് കുറച്ച് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് അവരൊരു ചെറിയൊരു ട്രിപ്പിന് പോയിട്ടുണ്ടായിരുന്നു, കുറച്ച് അറിയാവുന്ന ആൾക്കാരുടെ ഒപ്പം. അപ്പോൾ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി. അത് എന്തുകൊണ്ടാണ് ഉണ്ടായിരുന്നോ ഇതുവരെ ഞങ്ങൾക്ക് ഒരു പിടുത്തം കിട്ടാത്ത ഒരു കാര്യമാണത്. പിന്നെ അതിനുശേഷം പിന്നെ ഉണ്ടായിട്ടില്ല. ആ ഒറ്റ ഡേ 2 വട്ടം ഉണ്ടായി. ഒരു വട്ടം അമ്മയും വല്യമ്മയും കണ്ട ആ ഒരു ടൈം. അതിനുശേഷം ആ കൂട്ട് ആടൽ നിന്നു. അതിനുശേഷം 10-12 മണിയാകുമ്പോൾ ഞാൻ കണ്ടു. എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ ലൈവായിട്ട് കണ്ടതുകൊണ്ട് എനിക്കിത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല ഇങ്ങനൊരു ഇത് എന്തുകൊണ്ടാണ്. കാറ്റുകൊണ്ടാണ്. കാറ്റാണെങ്കിൽ ഇത്ര ഫോഴ്സായിട്ട് കതക് കിടന്ന് അടിച്ചുകൊണ്ടേയിരിക്കുമോ ഒരു പൂട്ട്. ആ ഒരു മൂവ്മെന്റിൽ ഒരു വ്യത്യാസമല്ല, സ്ലോ ആവണില്ല, സ്പീഡും ആവണില്ല, ഒറ്റ ഫോഴ്സിൽ ഇങ്ങനെ എല്ലാം അടിച്ചുകൊണ്ടേയിരിക്കുക. എന്താണെന്ന് എനിക്കിതുവരെ പിടുത്തം കിട്ടാത്തൊരു സംതിങ്. പക്ഷെ ഇതൊരു പാരനോർമൽ ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് കണക്കാക്കാം അല്ലെ. ഒരു പ്രേതം കേറി വരിക അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പ്രേതം പിന്നൊന്നും നമ്മളെ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ആ റൂം അതിന് ശേഷം പൂട്ടി വെച്ചാല് ഇങ്ങനെ തട്ടുന്നുണ്ടോന്ന്. പിന്നെ അതിന് ശേഷം തട്ടിയിട്ട് തന്നെ ഇല്ല. പിന്നെ ആ ഒരു ടൈം അതിനുശേഷം എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ, അപ്പം നമുക്ക് ആ പൂട്ട് പോയി പിടിക്കുക അല്ലെങ്കിൽ അതൊന്ന് തുറന്നപ്പം തന്നെ നോക്കായിരുന്നു. പക്ഷെ ആ സമയത്ത് നമുക്ക് ധൈര്യപ്പെടില്ല. എത്ര ധൈര്യമുള്ള ആളാണെങ്കിലും അത് ലൈവായിട്ട് കണ്ടാല് എത്ര ധൈര്യത്തോടെ നമ്മൾ ഇരുന്നാലും ഒരു രാത്രി ഒരു മരിച്ച ആളുടെ റൂമിൽ ഇങ്ങനെ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പേടിക്കും അല്ലെ. ആരാണെങ്കിലും ഒരു നിമിഷം പതറിപ്പോ. അത്രയും ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം അത് ഇനി ഒരു വട്ടം അതേപോലെ ആ ഒരു ഇത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചിലപ്പോൾ ഞങ്ങൾ തുറന്നു നോക്കാനുള്ള ധൈര്യം മേ ബി കാണിച്ചിരിക്കാം കേട്ടോ. പക്ഷെ ഞങ്ങൾ അന്ന് രാത്രി ഞാൻ ആ റൂമിന്റെ ഭാഗത്തേക്ക് പോയിട്ടില്ല. സത്യം എന്താ സംഭവിച്ചാൽ ആ റൂമിലാണ് എൻ്റെ കിടക്കയും പില്ലോവും ഇതൊക്കെ ഉള്ളത്, ബെഡ്ഷീറ്റൊക്കെ ഉള്ളത്. കാരണം ഞാൻ സ്ഥിരമായിട്ട് അവിടെയല്ലേ കിടക്കാറുള്ളത്. അപ്പോൾ എന്താ വെച്ചാൽ അന്ന് ആ മുത്തശ്ശി അവിടെ ഇല്ലല്ലോ, അവര് പുറത്ത് പോയിരിക്കല്ലേ. അപ്പൊ ഞാന് വല്യമ്മൻ്റെ കൂടെ ഹാളിൽ വന്ന് കിടക്കാൻ വേണ്ടിയിട്ട് ലൈറ്റ് ഒന്നും ഇടാതെ ഈ സൗണ്ട് കേൾക്കുന്നതിന് മുന്നേ കേട്ടോ, കുറച്ച് മുന്നേ വരെ ഞാനൊരു 10-11 മണിയൊക്കെ ഉള്ളപ്പോൾ പൂട്ട് തുറന്നിട്ട് ഉള്ളിൽ പോയി ലൈറ്റ് ഒന്നും ഇട്ടൊന്നുമില്ല. അവിടെ ഇങ്ങനെ ഇരുട്ടിൽ തന്നെ കാണുമല്ലോ നമ്മുടെ ബെഡും വിരിപ്പും ഇതൊക്കെ. ആ പില്ലോവും കാര്യങ്ങളൊക്കെ വലിച്ചെടുത്ത് വെളിയിൽ കൊണ്ടിട്ടിട്ട് ഡോറും ലോക്ക് ചെയ്ത് താക്കോലും കൊണ്ട് വെച്ചിട്ടാണ്. പിന്നെയാണ് ഞാൻ ആ ഒരു 11-11:45 ഉള്ളപ്പോഴാണ് ഞാൻ പാല് കുടിച്ചിട്ട് ഡൈനിങ് ടേബിളിൽ വന്ന് ഇരുന്നത്. ചെറിയ ലോക്കാണ് വലുതാണ്? ചെറിയ ലോക്കൊന്നുമല്ല, ഒരു ഇത്രയുള്ള ലോക്ക്. നല്ല വെയിറ്റ് ഉണ്ട്. പക്ഷെ നല്ല വെയിറ്റ് ഉള്ള ലോക്കാണ്. അടി കൂടെ നമ്മളിങ്ങനെ കൂട്ടില്ലേ, അത് ഇങ്ങനെ അമർത്തിയിട്ട് ലോക്ക് ഇടുന്നതില്ലേ, മുകളിൽ കൂടെ ഇങ്ങനെ അമർത്തി ലോക്ക് ഇടില്ലേ, അത് തുറക്കുമ്പോൾ മാത്രം നമുക്ക് അടി കൂടെ കീട്ടിട്ട് തുറക്കാം. പൂട്ടുമ്പോൾ നമുക്ക് ഇങ്ങനെ മുകളിൽ നിന്ന് പ്രസ് ചെയ്യണം. അങ്ങനത്തെ ടൈപ്പ് പൂട്ടായിരുന്നു. അങ്ങനെ ഒരു ഇൻസിഡന്റ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടോ. എനിക്ക് ഇതുവരെ അതിന്റെ ഉത്തരം എന്താണെന്ന് അറിഞ്ഞിട്ടുമില്ല, പിടികിട്ടിയിട്ടുമില്ല. ഇനിയിപ്പോ അത് പ്രേതാണോ ഭൂതാണോ അല്ല ഇനിയിപ്പോ വേറെ വല്ല നെഗറ്റീവ് എനർജി ആണോ പോസിറ്റീവ് എനർജി ആണോ എന്താണെന്ന് എനിക്ക് അറിയില്ല. അതിനുശേഷം അപ്പോ വീട്ടില് അച്ഛൻ്റെ അടുത്തോ വല്യച്ഛൻ്റെ അടുത്തൊക്കെ എല്ലാരും അറിഞ്ഞു ഇൻസിഡന്റ്. പിന്നെ അറിയാതിരിക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായ. പിന്നെ അന്ന് ഞാൻ ആ റൂമിന്റെ വക്കത്ത് പോയിട്ടില്ല. നല്ല പേടിച്ചിട്ടുണ്ട് ഞാൻ. അതിൽ ഭയങ്കരമായിട്ട് ആ ഒരു സമയത്ത് ഭയങ്കര പേടിച്ചിട്ട് ഞാൻ ഹാളില് മുത്തശ്ശി, വേറൊരു മുത്തശ്ശി, എൻ്റെ ഞങ്ങളുടെ വീട്ടിൽ 2 മുത്തശ്ശിമാരുണ്ട്. അപ്പൊ മറ്റേ മുത്തശ്ശീന്റെയും എൻ്റെ വല്യമ്മേന്റെയും നടുക്കാണ് ഞാൻ കിടന്നത് പേടിച്ചിട്ട് അന്നത്തെ ദിവസം. പിന്നെ കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും ആ റൂം പിന്നെ രാവിലെ തന്നെ ഓപ്പൺ ചെയ്തു കേട്ടോ. പിന്നെ അങ്ങനെ നെഗറ്റീവായിട്ടൊന്നും കണ്ടില്ല, സൗണ്ട് ഒന്നും ചെക്ക് ചെയ്യാൻ മാത്രമൊന്നുമില്ലല്ലോ. തുറക്കും. എപ്പോഴും പോലെ തുറന്നിട്ട് ഞാൻ എന്റെ പില്ലോ ഒക്കെ കൊണ്ടു വെച്ചു. പിന്നെ തുറക്കാൻ പോയപ്പോ രാത്രി പ്രശ്നമായ ശേഷം രാവിലെ പിന്നെ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. പക്ഷെ വെളിച്ചുണ്ടാവുമല്ലോ രാത്രി പോലെ. നമുക്ക് അങ്ങനെ ഒരു രാത്രി വരുമ്പോ നമുക്ക് ഒന്നുമില്ലെങ്കിലും ഒരു നെഗറ്റീവ് ഫീൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പേടിയാണ്. പക്ഷെ മോർണിംഗ് അങ്ങനെ ഇല്ലല്ലോ. അതിനുശേഷം പിന്നെ കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും
അങ്ങനെ ഒരു ഒന്നും കേട്ടതില്ല, ഒന്നുമില്ല. പിന്നെ നമ്മൾ കുറേ ചെക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡെയിലി നൈറ്റ് പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കും. ലോക്ക് ചെയ്തിട്ടുള്ള ദിവസങ്ങളിലൊക്കെ പോയിട്ട് നോക്കും സൗണ്ട് കേൾക്കുന്നുണ്ടോ. അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ കുറേ ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒറ്റയ്ക്ക് ആ റൂമിൽ വീണ്ടും കിടന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ പേടിയൊന്നും അങ്ങനെ മാറി എനിക്ക് ആ പേടിയൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം മറ്റേ മുത്തശ്ശി വന്നിട്ട് പിന്നെ അതിനകത്ത് കിടന്നു. അതിനുശേഷം ആ മുത്തശ്ശി വന്നപ്പോൾ മുത്തശ്ശി ഞാനും കൂടെ തന്നെ ആ റൂമിൽ കിടന്നു. പിന്നെ എന്ത് തന്നെ ആയിപ്പോ ഇനിയിപ്പോൾ വേറെ ആരും വരാനില്ല എന്ന് ചിന്തിച്ചു. ഇനിയിപ്പോൾ വരികയാണെങ്കിലും ചിലപ്പോൾ ആ മുത്തശ്ശനായിരിക്കാം. അതുകൊണ്ട് അവർ നമ്മളെ ഒന്നും ചെയ്യില്ല നമ്മളെ മനസ്സുകൊണ്ട് വിചാരിക്കുക. അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ കേട്ടോ, നമുക്ക് പേടി ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കുക. അതാണ് ഞാൻ ചെയ്തത് കേട്ടോ. അപ്പം പിന്നെ എനിക്ക് പിന്നെ അങ്ങനെ ഒരു പേടിയും തോന്നിയിട്ടില്ല. അതിന് ശേഷം പേടി മാറി. അങ്ങനെ ഒന്നും ഉണ്ടായി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര മതി തോന്നുന്നു അല്ലേ? അപ്പൊ ഈ ഒരു എക്സ്പീരിയൻസ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പറയണം കേട്ടോ, കമന്റ്സിൽ പറയാൻ. ഇതേപോലുള്ള എല്ലാ എക്സ്പീരിയൻസും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും അതും നിങ്ങൾ കമന്റ്സിൽ പറയണം കേട്ടോ. എത്ര ഡെയിലി നിങ്ങൾക്ക് പ്രേത അനുഭവം ഇഷ്ടം പോലെ എത്ര ഡെയിലി നിങ്ങൾക്ക് പ്രേതം വന്നു പോരാ. അപ്പൊ ഉണ്ട് ഇഷ്ടം പോലെ എന്നൊക്കെ പറഞ്ഞാൽ ഒരു വെറുതെ പറയുകയാണെങ്കിലും 1 or 2 ഒക്കെ അവർക്കും ഉണ്ടായിട്ടുണ്ട്. പ്രേതം എന്നൊന്നും നമുക്കറിയില്ല, പക്ഷെ എന്തൊക്കെയോ അല്ലേ, സംതിങ് നെഗറ്റീവ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടപ്പെട്ട് ഇതുവരെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമന്റ്സിൽ പറഞ്ഞിട്ട് പോയാൽ മതി കേട്ടോ. ഞാൻ ഓൾസോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം. ഓക്കെ, ഇങ്ങനത്തെ സെക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പറയണം. കാരണം നമ്മൾ നോക്കിയിട്ട് അല്ലെ, റെസ്പോൺസ് നോക്കിയിട്ട് എല്ലാവരും നോക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ മാത്രമേ നമ്മൾ ഇനി വേറൊരു സ്റ്റോറിയും കൂടി ഇടുള്ളൂ കേട്ടോ ഇതേപോലെ. സോ ഈ ഒരു വീഡിയോ ചിലപ്പോൾ എൻ്റെ ഒരു ഫാമിലിയിൽ ചില മെമ്പേഴ്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് താല്പര്യപ്പെടില്ല ഈ ഒരു വീഡിയോ. അവർ കാണുമെന്നൊന്നും എനിക്കറിയില്ല. കണ്ടു കഴിഞ്ഞാലും എന്തുകൊണ്ടാണ് അതായത് ഇത് പേഴ്സണൽ മാറ്റേഴ്സ് ആണ് നമ്മുടെ ഫാമിലി, അവർ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ 1 or 2 ആൾക്കാർക്ക് ചിലപ്പോൾ കണ്ടു കഴിഞ്ഞാൽ പറ്റിയെന്ന് വരില്ല. ഇറ്റ്സ് ഓക്കെ അല്ലേ? കാരണം നമ്മൾ ആരുടെയും പേരോ സ്ഥലമോ ഒന്നും, ഇപ്പം എൻ്റെ വീട്ടിലത്തെ ആൾക്കാരുടെ പോലും പേരോ സ്ഥലമോ ഏത് വീടാണെന്നൊന്നും ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു സ്റ്റോറി, അത്രേ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ. നിങ്ങൾക്ക് ഇതേപോലെയുള്ള കുഞ്ഞു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്, പാരനോർമൽ ആക്ടിവിറ്റീസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറയുക കേട്ടോ, കമൻസിൽ പറഞ്ഞിട്ട് പോണേ. ഓക്കെ, ബൈ. നിങ്ങൾക്ക് നടന്നിട്ടുള്ള എക്സ്പീരിയൻസസ് പറയുകയാണെങ്കിൽ അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വായിക്കുന്നതായിരിക്കും.